പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഹായ് ഹലോ, ദിസ് ഇസ് അമൃത ഹിയർ. ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് വന്നപ്പോൾ തന്നെ ചൂടോടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ മറന്നു, പിന്നെ മടിയാവും. സോ ഏതായാലും പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു യൂട്ടൻസിൽസ് ഒക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിഷ് ഡ്രെയിനർ ബാസ്ക്കറ്റ്. ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം ആമസോണിൽ നിന്നുള്ള. സോ 56% ഓഫ് വരുന്നത്. ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് 1899 ആണ്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 839 ആണ്. ഞാൻ ഇപ്പം വാങ്ങിക്കുമ്പോഴുള്ള ഇതിന്റെ വില. സോ പെട്ടെന്ന് തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. 2 days എനിക്ക് തോന്നുന്നു, ഓൾമോസ്റ്റ് അത്ര ദിവസമായിട്ടേ ഉള്ളൂ ഓർഡർ ചെയ്തിട്ട്. സോ ടെക്സ്റോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സാധനമാണ് ഇത്. അൺബോക്സ് ചെയ്യും. ഞാൻ പുറത്തിരുന്ന വീഡിയോ എടുക്കുന്നത് കാരണം ഈ കവറ് അകത്തിലായിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ ഓഡിയബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരൊറ്റ കവറേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇതാണായിട്ട് കാണുന്നുണ്ടോ? കുറച്ച് വലിയൊരു ഡിഷ് ഡ്രെയിനറാണ്. ഇതിന്റെ താഴെയുള്ള ഈ ഒരു എന്താ ബേസിന് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് ബാലൻസ് ചെയ്യുന്നുണ്ടോ നോക്കാൻ പറ്റും. ഇത് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. സ്പൂണൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഇത്. ആക്ച്വലി ഇവിടെ എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞല്ലോ, ഇത് പാക്കേജിങ് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഇവിടെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന ഈ പ്രോഡക്റ്റ്. അപ്പം നമ്മള് ഈ ഡിഷൊക്കെ കഴുകിയിട്ട് അതിൽ എക്സസ് വരുന്ന വാട്ടർ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബേസിൽ ഇതിന്റെ കൂടെ ഉള്ളത് വാങ്ങിച്ചത്. അപ്പൊ ഇതിപ്പോ നമ്മളിവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഡാമേജ് പറഞ്ഞ ഈ പോർഷനിൽ ഈ വഴി വെള്ളം പുറത്തേക്ക് പോകും. സോ അപ്പൊ നമ്മുടെ എവിടെയാണോ ഈ ഒരു സാധനം വെക്കുന്നത് അവിടെ മൊത്തം മിസ്സാവും. സോ ഇതുകൊണ്ട് ഉപകാരമില്ല. അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്തിട്ട് ഈ സെയിം പ്രോഡക്റ്റ് തന്നെ ഒന്നുകൂടെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നല്ല സാധനം കേട്ടോ. കിട്ടുന്നത് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ നല്ല സാധനമാണ്. കാരണം ഇവിടെ സ്പൂൺ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ടോ, സ്പൂൺ ഇട്ട് വെക്കാം. അതേപോലെ ഈ ഒരു സ്പൂൺ ഹോൾഡർ അത് കുറച്ച് വലിപ്പത്തിലുള്ള കുറച്ചധികം പാത്രങ്ങൾ ഇതിൽ കൊള്ളും. നല്ലതായിരുന്നെങ്കിൽ ഇത് പൊട്ടിയില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സോ ഈ ഐറ്റം ഞാൻ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ക്ലോത്ത് ഡ്രയർ വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ റിട്ടേണിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ കാണുന്നത്. ആമസോണിൻ്റെ ആപ്പിൽ പോയാൽ നമ്മുടെ ഓർഡേഴ്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ ഇന്ന് ഏതാണോ നമ്മൾ റിസീവ് ചെയ്ത ആ പ്രോഡക്റ്റ് എടുക്കാം. എന്നിട്ട് താഴെയായിട്ട് അപ്ഡേറ്റ് ഡെലിവറി ഇൻസ്ട്രക്ഷൻസ്, റിട്ടേൺ ഓർ റീപ്ലേസ് ഐറ്റംസ്, അങ്ങനെ ഓപ്ഷൻസ് കാണാം. അതിൽ റിട്ടേൺ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ കാണിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഇഷ്യൂ വിത്ത് ദ ഐറ്റം. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ? ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ബൈ മിസ്റ്റേക്ക്. നിങ്ങൾ അറിയാതെയാണ് അത് വാങ്ങിച്ചെങ്കിൽ സെക്കൻഡ് ബെറ്റർ പ്രൈസ് അവൈലബിൾ. അതിനേക്കാളും വില കുറച്ച് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ. തേർഡ് വൺ പെർഫോമൻസ് ഓർ ക്വാളിറ്റി നോട്ട് അഡിക്വേറ്റ്. നിങ്ങൾ ഉദ്ദേശിച്ചത്ര ക്വാളിറ്റി അതിനില്ലെങ്കിൽ. ഫോർത്ത് വൺ ഇൻകോമ്പറ്റബിൾ ഓർ നോട്ട് യൂസ്ഫുൾ. നിങ്ങൾ വാങ്ങിച്ച സാധനം നിങ്ങളുടെ ഉദ്ദേശിച്ച സാധനമായിട്ട് ഒരു ചേർച്ചയും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ. ഫിഫ്ത്ത് വൺ പ്രോഡക്റ്റ് ഡാമേജ്ഡ് ബട്ട് ഷിപ്പിംഗ് ബോക്സ് ഓക്കെ. അതിൽ ബോക്സ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിലുള്ള പ്രോഡക്റ്റ് ഡാമേജ് ആയിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഓപ്ഷൻ കൊടുക്കണം. നെക്സ്റ്റ് ഐറ്റം അറൈവ്ഡ് ടു ലേറ്റ്. ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് റിസീവ് ചെയ്തെങ്കിൽ. മിസ്സിംഗ് പാർട്സ് ഓർ ആക്സസറീസ്, അതിലെന്തെങ്കിലും പാർട്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ബോത്ത് പ്രോഡക്റ്റ് ആൻഡ് ഷിപ്പിംഗ് ബോക്സ് ഡാമേജ്ഡ്. എനിക്ക് ഇതാണ് സംഭവിച്ചത്. എൻ്റെ പുറത്തുള്ള കവറും കീറിയിട്ടുണ്ട്, ഉള്ളിലുള്ള പ്രോഡക്റ്റും ഡാമേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓപ്ഷൻ ഇതാണ്. നെക്സ്റ്റ് റോങ് ഐറ്റം സെൻഡ്. ഉദ്ദേശിച്ച സാധനമല്ല നമുക്ക് കിട്ടിയതെങ്കിൽ. പിന്നെ ഐറ്റം ഡിഫക്റ്റീവ് ഓർ ഡസൻ വർക്ക്. ആ ഐറ്റം ഡിഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ.
നെക്സ്റ്റ് റിസീവ്ഡ് എക്സ്ട്രാ ഐറ്റം ഐ ഡിഡന്റ് ബൈ. നമുക്ക് വാങ്ങിച്ച സാധനത്തിന്റെ കൂടെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ കിട്ടുവാണെങ്കിൽ നോ ലോങ്ങർ നീഡഡ്, നമുക്ക് ആവശ്യമില്ലെങ്കിൽ. ഡിഡിന്റ് അപ്രൂവ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ ആ സാധനം വാങ്ങിച്ചെങ്കിൽ. ഇനാക്യുറേറ്റ് വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ, സത്യമല്ലാത്ത കാര്യങ്ങളാണ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലെല്ലാ ഓപ്ഷൻസും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പിന്നെ റീസണും പൂരിപ്പിക്കാനുണ്ട്. സോ എന്റെ റീസൺ ഫോർ റിട്ടേൺ എന്ന് പറയുന്നത് ബോത്ത് പ്രോഡക്റ്റ് ആൻഡ് ഷിപ്പിംഗ് ബോക്സ് ഡാമേജ്ഡ്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം, പിന്നെ കാരണവും കൊടുക്കണം. നേരത്തെ കാണിച്ച പ്രോഡക്റ്റ് അല്ലാന്ന് എനിക്കറിയാം, ഇത് വേറൊരെണ്ണം വന്നപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വേറെ എന്തെങ്കിലും റീസണും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ ആഡ് ചെയ്യാം. ദ പ്രോഡക്റ്റ് ഇസ് ഡാമേജ്ഡ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റീപ്ലേസ്മെന്റ് ഓർഡർ അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. റിട്ടേൺ ചെയ്യേണ്ട ഐറ്റം അവർ വന്നിട്ട് പിക്ക് ചെയ്യും. പിക്ക് ചെയ്യേണ്ട അഡ്രസ്സൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സൊക്കെ അവിടെ കറക്റ്റ് അല്ലേ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ റീപ്ലേസ്മെന്റ് കൊടുത്ത് ഒരു 3 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ആള് എൻ്റെ പുതിയ പ്രോഡക്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല പാക്കേജ് ആയിരുന്നു കേട്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ മറ്റേതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവർ തിരിച്ചു കൊണ്ടുപോയി. ഒരു കവറും കൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു താങ്ക് യു ഒക്കെ ഉണ്ട്. താങ്ക് യു ഫോർ യുവർ പർച്ചേസ്. Okay, bye. Thank you for watching.